ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ് എപ്പിസോഡ് നമ്പർ 40. അങ്ങനെ 40ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപാടെ ഞാൻ ആദ്യം ചെയ്യുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വ്യൂസും കമൻറ്റൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ കണ്ടൊരു കമൻറ്റ് വേറെ ആരതുമല്ല, പ്രതാപ് ജി ടെക് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടു. അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് നിങ്ങളെപ്പോലത്തെ ഒരാൾ, അതായത് ഞാനൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോസ് കണ്ടു വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടാനില്ല. അത്രയ്ക്കധികം ഹാപ്പി ഉണ്ട്. കാരണം നമ്മളൊക്കെ അങ്ങനെ കണ്ടു വന്ന, ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് പ്രതാപ് ജി ടെക്കും ജയരാ ജീനാഥ് ഇവരൊക്കെ ആയിരുന്നു അന്ന് ടോപ്പായിട്ടുണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ സ്മാർട്ട് ഫോൺസിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ഇടുമ്പോൾ, അതും ഇതുപോലുള്ള കമൻറ്റൊക്കെ ഇടുമ്പോൾ ഭയങ്കര അധികം ഹാപ്പി ആട്ടോ. അതാണ് ഇന്ന് രാവിലെ തന്നെ കിട്ടിയ ഭയങ്കര വലിയൊരു സന്തോഷം. ഇനിയിപ്പോൾ നാളെ എമ്പുരാൻ്റെ റിലീസാണ്. ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ രാവിലത്തെ 9:30 ഷോക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര അധികം ഹൈപ്പാട്ടോ ഇപ്പോൾ തന്നെ ഉള്ളത്. മലയാളം മൂവിയിൽ കിട്ടാവുന്ന രീതിയിൽ പ്രീസെയിൽ കളക്ഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പടത്തിനങ്ങോട്ട് ഒരു പോസിറ്റീവ് റിവ്യൂ വന്ന് കഴിഞ്ഞാൽ കത്തും. മലയാളം, അതായത് കന്നഡയിൽ KGF വന്ന പോലെ എമ്പുരാൻ വേറെ ലെവലിലേക്ക് പോകും. ഒരു ഡൗട്ടില്ല, നമുക്ക് പറയാനേ പറ്റില്ല എത്ര കളക്ഷൻ കിട്ടും എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ആ റേഞ്ചിലേക്ക് ഇപ്പം തന്നെ പോയി. ഇനി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് സാധനം പോകട്ടോ. അപ്പം നാളെ അങ്ങനെ ഒരു ദിവസം കൂടിയാണ്. നിങ്ങൾ ടിക്കറ്റ് കിട്ടിയോ, എപ്പോൾ പോകുന്ന എല്ലാം താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, OnePlusൻ്റെ ഐഫോൺ വരുന്നുണ്ട്. iPhone 16 സെയിം ഡിസൈൻ വെച്ചുകൊണ്ടാണ് OnePlus ഫോൺ ഇറക്കുന്നത്. വേറെ ഒന്നുമല്ല, OnePlusൻ്റെ 13T മിനി എന്ന മോഡലാണ്. ഇവിടെയല്ല, അങ്ങ് ചൈനയിലാണ് വരുന്നത്. ഒരു മയത്തിലൊക്കെ കോപ്പി അടിക്കണ്ടേ, ഇത് ഒരുമാതിരി പച്ചക്കങ്ങ് കോപ്പി. ഇതാണ് ശരിക്കും കോപ്പി അടി എന്ന് പറഞ്ഞത്. ഇത് ഇൻസ്പിറേഷനൊന്നുമല്ല, ഇത് കോപ്പിയടി, ഇത് പക്ക കോപ്പിയടി. ബാക്കിലൊരു ഫ്ലാഷും കൂടെ എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട് എന്നുള്ള. ഇതുപോലെ OnePlus പോലുള്ള ബ്രാൻഡ് ഇമാതിരി കോപ്പി അടിക്കുന്നു വിചാരിച്ചിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ചെറുകിട ബ്രാൻഡൊക്കെ ഉണ്ട്, അവരൊക്കെ കോപ്പി അടിക്കാറുണ്ട്. പക്ഷെ OnePlus ഒക്കെ ഇമാതിരി കോപ്പി അടി. നമ്മൾ ഇതിന് മുമ്പേ പോക്കോടെ X7 Pro കണ്ടു, പക്ഷെ അതെന്നാലും വ്യത്യാസം ചെറുതായിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്ന സമയത്ത് തന്നെ ആ ലോഗോ ഇല്ലെങ്കിൽ അത് iPhone 16 ആണ് എന്നേ ആരും പറയുള്ളൂ. അപ്പം അങ്ങനെ ഫോൺ ചൈനയിൽ ഏപ്രിൽ മാസം വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്കമിങ് ഫോൺസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ മോട്ടറോയുടെ എഡ്ജ് 60 ഫ്യൂഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ലോഞ്ച് ഡേറ്റും സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്ന ഏപ്രിൽ 2-ാം തീയതിയാണ് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഡിസൈൻ വൈസൊക്കെ തന്നെ ലീക്കിലൊക്കെ വന്ന സെയിം എക്സാക്ട് ഡിസൈനാണ്, അതിലൊന്നും വ്യത്യാസമില്ല. സ്പെസിഫിക്കേഷൻസും Dimensity 7400 ആണ്. 1.5K റെസൊല്യൂഷനുള്ള ഒരു ക്വാഡ് കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 50 MB ക്യാമറ, 5500 mAh ബാറ്ററി, ബാക്കിയെല്ലാം സെയിം ആട്ടോ. എല്ലാം നേരത്തെ പറഞ്ഞ സെയിം എക്സാക്ട് സ്പെക്കാണ് ഫോണിന് വരുന്നത്. ഏപ്രിൽ 2-ാം തീയതി വരുന്നുണ്ട്. ഒട്ടുമിക്ക പേരും, ഒരുപാട് പേര് ഈ ഒരു ഫോണിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈസ് റേഞ്ചൊക്കെ ഒരു 25K ഒക്കെ താഴെയായിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഫസ്റ്റായിട്ട് Dimensity 7400 കൊണ്ടുവരുന്നത് മോട്ടറോള എഡ്ജ് 16 ഫ്യൂഷനാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അതിൻ്റെ അപ്പുറത്ത് ഫ്ലിപ്കാർട്ടിൽ ഇതാണെങ്കിൽ ആമസോണിൽ റിയൽമി നാസോ 80 Pro എന്ന മോഡലാണ് ഫസ്റ്റ് Dimensity 7400 ചിപ്സെറ്റായിട്ട് വരുന്നതെന്ന് റിയൽമി അതിൻ്റെ തൊട്ടിപ്പുറത്തും ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാലും ഫസ്റ്റ് അനൗൺസ് ചെയ്ത മോട്ടറോളയാണ്. അപ്പം മോട്ടറോളക്ക് നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കൊടുക്കാം. അപ്പോൾ റിയൽമിയുടെ ഭാഗത്തും അങ്ങനെ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. അതിന് ഡേറ്റ് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. കമ്മിങ് സൂൺ പോസ്റ്റർ മാത്രമേ വന്നിട്ടുള്ളൂ. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്. റിയൽമി ആകുമ്പോൾ അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ബഡ്ജറ്റ് കുറച്ചായിരിക്കും ഫോൺ വരുന്നത്. ഇത് 25,000 ആണെങ്കിൽ ഇതൊരു 20,000 രൂപയ്ക്ക് താഴെ എന്തായാലും ആ പ്രൈസ് പോയിന്റിലായിരിക്കും വരുന്നത്. എന്നാൽ മാത്രമേ പിടിച്ചിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നാസോ സീരീസ് ആണ്, ഗെയിമിംഗ് ആണ്. അപ്പം നല്ലൊരു ഫോൺ കൂടെ റിയൽമിന്ന് ആ റേഞ്ചിൽ Dimensity 7400. ഇനി 7300യുടെ കാലം കഴിഞ്ഞു. ഇനി 7400ൽ ഒരുപാട് ഫോൺസ് വരുന്നുണ്ട്. ഇപ്പം തന്നെ 2 ഫോൺ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിൽ എല്ലാ ബ്രാൻഡിൻ്റെ ഫോൺസും വരുന്നുണ്ട്. പിന്നീട് WWDC 2025 ഈ വരുന്ന ജൂൺ 9-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂണാണ്, ഇപ്പം മാർച്ച് എത്തിട്ടുള്ളൂ. ഏപ്രിൽ, മെയ്, ഇനിയും 2 മാസം ഉണ്ട് അത്രയും. അപ്പോൾ പുതിയ iOS 19ൽ ഭയങ്കര അധികം ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ ഫീച്ചേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ഉണ്ടാവും, അതായത് ഫുൾ തീം അടക്കം മാറി പുതിയ ഒരു UI വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും ജൂൺ വരെ ഉണ്ട് അത്ര.
ആപ്പിള് ഇപ്പോഴും പഴയതുപോലെ അല്ലടേ. ആപ്പിളൊക്കെ ഇപ്പോൾ ലാഗ് ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ ക്യാമറ കുറച്ച് ഹീറ്റ് ആകുമ്പോൾ തന്നെ, കുറച്ച് ടൈം ഹീറ്റ് ആകുമ്പോൾ തന്നെ ക്യാമറ ഇതാവും, ഒരു സ്റ്റക്ക് പോലെയൊക്കെ ആവും. അതൊക്കെ ഭയങ്കര ഇഷ്യൂ ആട്ടോ. എൻ്റെ സാംസങ് ഫോണിൽ ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. ക്യാമറ ഞാനൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ സമയത്ത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വെക്കാറുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ടില്ല. ഇതുവരെ ലാഗാവോ അല്ലെങ്കിൽ ക്യാമറ ഓഫായി പോവുമല്ലോ പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഐഫോണൊക്കെ കുറച്ച് സമയം യൂസ് ചെയ്യുമ്പോൾ തന്നെ ക്യാമറ പെട്ടെന്ന് തന്നെ ലാഗ് ആവുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഐഫോണിനുണ്ട് കേട്ടോ, പഴയതുപോലെയേ അല്ല. അങ്ങനെ ലാഗ് ആവാത്ത സെറ്റല്ല ഐഫോൺ, അതൊക്കെ പണ്ട്. ഇപ്പം അതൊക്കെ മാറി. പിന്നെ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട് ഇപ്പം തൊട്ട്, അതായത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിവിടെ നമ്മുടെ കേരളത്തിലൊന്നും വന്നിട്ടില്ല, ഇന്ത്യയിലൊരു 10 സിറ്റീസിലൊക്കെയാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് മെയിൻ സിറ്റി ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, അങ്ങനെ മേജറായിട്ട് 10 സിറ്റീസിൽ വരുന്നുണ്ട്. പക്ഷേ വരും കേട്ടോ, കൊച്ചിയിലേക്കൊക്കെ അധികം പെട്ടെന്ന് തന്നെ വരും, അധികം ടൈമൊന്നും എടുക്കത്തില്ല. അപ്പം 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പോ, വിവോ, സാംസങ്, മോട്ടറോള, വൺ പ്ലസ് ഒക്കെ പോലത്തെ ഫോൺസൊക്കെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തും. അത് ഭയങ്കര വലിയൊരു സംഭവം കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടെ സ്വിഗ്ഗി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ സാംസങ് ഗാലക്സിയുടെ A26 ഒരു 25,000 രൂപയുടെ ഒരു ഓഫ്ലൈൻ സീരീസ് ഫോണാണ്. A സീരീസ് ആണ്. ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആ ഒരു ഫോണിൽ വരുന്നുണ്ട്. അത് ഇപ്പോൾ ഓൾറെഡി റിവ്യൂ യൂണിറ്റൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിനൊക്കെ തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് തന്നെ എപ്പോൾ വേണമെങ്കിലും അതിനൊരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും. ലോഞ്ച് ഇവൻറ്റോ ഒന്നും ഇല്ല, പെട്ടെന്ന് ഒരു ദിവസം ലോഞ്ച് ചെയ്തു. അങ്ങനെയാണ് സാംസങ് ചെയ്യാറ്. ഇതിൻ്റെ പ്രീവിയസ് A36ഉം A56ഉം ഒക്കെ തന്നെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ A26 വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ സംഭവം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കിട്ടുവാണെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 25,000 8GB 128GB. പിന്നെ 5000 mAh ബാറ്ററി ഉണ്ടാകും. എക്സിനോസിൻ്റെ 1380 ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. പെർഫോമൻസ് വൈസ് ഭയങ്കര വലുതൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, ബട്ട് ഇസ് എ നൈസ് ഫോൺ. ഏറ്റവും കൂടുതൽ സാംസങ്ങിൽ സെയിൽ ചെയ്ത് പോകുന്ന മോഡലും A സീരീസ് ഫോണാണ്. അപ്പം A26 അടുത്ത് തന്നെ എപ്പം വേണമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിയൽമിയുടെ GT7 Pro ഒരു ദുരന്തം ഫോണായിരുന്നു. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൈസ് പോയിൻറ്റും ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊട്ടും പോരാ. ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വലിയൊരു സംഭവം, അങ്ങനെ ആരും വാങ്ങാൻ വേണ്ടി പോവാത്തൊരു മോഡലാണ്. അതുപോലെ സംഭവിച്ചു. ആരുടെ കയ്യിൽ ഇപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല. അപ്പോൾ GT7 വരുന്നുണ്ട്, ഈ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിലാണെങ്കിൽ ഒരു 7000 mAh ബാറ്ററി ഒക്കെയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ 7000 mAhൻ്റെ കാലമാണല്ലോ. IQ C10 ഇത് അടുത്ത് വരുന്നുണ്ട്. ഇപ്പം 7000 mAhൻ്റെ റിയൽമി ഫോൺ ബാക്കി എല്ലാവരും ഇറക്കും കേട്ടോ. ഇനിയിപ്പോൾ 7500, ഇപ്പോൾ 8000 ഇറക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര അത്ഭുതം കേട്ടോ. എന്തുപാടെ എൻ്റെ ഫോണിലൊക്കെ ആകെ 3900 mAh മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരട്ടിയുള്ള ബാറ്ററി ബാക്കപ്പൊക്കെ ഉള്ള ഫോണൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. കറക്റ്റ് കാര്യമില്ല, നമുക്കതില്ല, അത്രയേ ഉള്ളൂ. സാംസങ് ഒന്നും അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ Dimensity 9400+ എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. മേ ബി അടുത്ത മാസമൊക്കെ ആയിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് അപ്ഡേറ്റിൽ പറയാനുള്ളത്. ഗ്രാജുവലി നമ്മുടെ ചാനലിൽ വ്യൂസും നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. എന്തായാലും കമൻറ്റും കൂടെ ചെയ്യുക, ഒപ്പീനിയൻ എന്തായാലും പറയാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട്. പിന്നെ സൈനിങ് ഓഫ്. ബൈ.